ചെറിയൊരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ വെള്ളം കയറും. ഇതെന്തോന്നു എന്തോ സാധനം ഞാനിവിടെ കൊണ്ടുവച്ചത്? ആഹാ, നീ എണീറ്റാ? പിന്നെ ഇല്ലാതെ. എടേ, മാഡം എന്ന് വരുമെന്നല്ലോ പറഞ്ഞ? എന്ന് വരുമെന്നൊന്നും പറഞ്ഞില്ല. അല്ല, ഇതെന്ത് കയ്യില്? ആ, ഇത് അവിടെ ഇരുന്ന സാധനം. എവിടുന്ന്? എഴുതാ ഗാറ്റിന്റെ അവിടെ ഇരുന്നെന്ന്. സത്യം പറ, നിങ്ങക്ക് ആര് തന്നെയാ? അയ്യോ, എനിക്കിത് ആര് തരാം? എനിക്കാരും തന്നേന്നല്ലോ, ദോ അവിടെ ഇരുന്നത്. അതിനെ ഞാൻ എടുത്തോണ്ട് വന്നു. പിന്നെ ഞാനിവിടെ ഇത്രയും തൂത്ത് വന്നിട്ടൊന്നും ഇത് കണ്ടില്ലല്ലോ. ചേട്ടി കള്ളം പറയില്ല, വെറുതെ കേട്ടോ. എടി, ഞാൻ എന്തിനു കള്ളം പറയണത്? അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനകത്തൊന്നും കുന്തോ എഴുതിയിട്ടൊന്നുമില്ല. നോക്ക്, അത് വായിച്ചേ. എൻ്റെ W ഇവിടെ ആരാണ് മുത്ത്? പിള്ളേർക്ക് വന്നതായിരിക്കും മുത്ത്. കൊള്ളാം. നീ എന്താ ഇതെങ്ങനെ നോക്കണത്? നിനക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ മുത്തേനെ വിളിക്കുന്നതെന്ന്? അയ്യയ്യ, നിനക്കത് പ്രാന്ത്. അതൊക്കെ കൊച്ചു വയസ്സിലെ മാമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് മുത്തേ മുത്തേ മുത്തേന്ന് വിളിക്കൂലേ? അങ്ങനെ എനിക്ക് മനസ്സിലായി. നേരം വെളുക്കുമ്പോ രാവിലെ വ്യായാമം പാലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന എന്തിനാന്ന്? ഇവിടെ നീ എന്തോന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്? ആരാന്നേലും ഇരിക്കട്ടെ. ആരാന്നിരിക്കട്ടെ. എനിക്ക് വന്നതല്ലടി, പിള്ളേർക്കാർക്കും വന്നതായിരിക്കും. പിള്ളേർക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസം ഇല്ലെന്നല്ലേ പറഞ്ഞേ. വിശ്വാസം ഇല്ലെങ്കിൽ ഭാഗത്ത് വാ, ഞാൻ കാണിച്ചു തരാം. മര്യാദയ്ക്ക് ഇത് ആദ്യം തുറന്നു കാണിക്കേ. എന്തോ തുറന്നു കാണിക്കേ. അയ്യേ, എന്തൊരു വൃത്തിയോടെ പറയണത്. വേറൊരാളെന്ന് പറഞ്ഞ പാഴ്സൽ നമ്മൾ തുറന്നു നോക്കണം, ശരിയാണോ? നിങ്ങളുടെ മുഖം കാണും പറയല്ലോ ചേട്ടാ, കള്ളത്തിലാ പറയുന്നത്. കള്ളൻ. അയ്യേ, ഞാൻ എന്തിനാ കള്ളം പറയണത്? നീ വാ, ഞാൻ ഇപ്പൊ തെളിച്ചരാ, വാ അകത്ത് വാ. അയ്യോ, മനസ്സിലായി. പിള്ളേരെ സോപ്പിട്ട് അവരെ തലേ കെട്ടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലയോ? നടക്കും. എന്റെ രുക്കു, നീ ഒന്ന് മനസ്സിലാക്ക്. നീ വിചാരിക്കും പോലെ അല്ല ഇത്. എനിക്ക് വന്നതല്ല, ഇവിടെ ഏതോ പിള്ളേർക്ക് വന്നതാണ്. നീ മനസ്സിലാക്ക്. എന്തൊരു അഭിനയം. എനിക്ക് നിങ്ങളെ വിശ്വാസമേ ഇല്ല. ഇല്ല ഇല്ല. തെളിച്ചരാം, വാ. എനിക്ക് അതിനപ്പുറം ഒന്നും പറയാല്ല, വാ തെളിച്ചരാം. വാ 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 വാ. ചാരുമോളെ, ചാരുമോളെ, കഥ തുറക്ക്. തുറക്കട്ടാ? നീ എവിടെ പറഞ്ഞത്? നീ അവിടെ ഒളിച്ച് നിന്ന് കേക്ക്. ചാരുമോൾ എന്താണ് പറയണത് കേട്ടാ? മനസ്സിലായല്ലോ? അല്ല, എപ്പോഴെപ്പോഴേക്കറിയാം, സംശയിക്കല്ലേ? ഇവിടെ നില്ലേ മോളെ. ചാരുമോളെ, എടി എണീക്കടി. ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക്. അതെ, മോളെ പവി മുത്തേന്നല്ലേ വിളിക്കാറ്? പവി മുത്തേന്നല്ലേ വിളിക്കാറ്? അതല്ല, സ്നേഹം കൂടുമ്പോ മുത്തേ മുത്തേന്നല്ലേ വിളിക്കാറ്? അല്ല മാവാ, അവൻ സ്നേഹം കൂടിയാലും ചാരുന്ന് വിളിക്കണത്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ചക്കരയെന്നോ പാലയെന്നൊക്കെ ചുമ്മാ തമാശക്ക് വിളിക്കും. എന്തൊറ്റ എന്നാലേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ ടീന മോളെ, സ്റ്റൈവ് മോളെ വീട്ടിൽ ആരെങ്കിലും മുത്തേന്നാണ് വിളിക്കണേ? എന്റെ അറിവില് അല്ല. അല്ലേ? കാര്യം പറ. എന്ത് കാര്യം? അതെ, ഞാന് പാല് വാങ്ങിച്ചിട്ട് വരണ വഴിക്ക് നമ്മളെ വീട്ടിന്റെ ഗേറ്റിനകത്തിന്ന് എനിക്കൊരു സമ്മാനപ്പൊതി കിട്ടി. സമ്മാനപ്പൊതിയാ? അപ്പൊ അതില് എന്റെ മുത്തിനെന്ന് എഴുതിക്കുന്നു. അത് മോളതാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഇനി പവി വല്ലതും അയച്ചിട്ടുണ്ടാവോ? അതിന് മോളെ മുത്തൊന്നുമല്ലല്ലോ പവി വിളിക്കണത്. ചുമ്മാ ചാരു, ആ ഗിഫ്റ്റ് ഇങ്ങനെ ഏതാ പെണ്ണ് കൊടുത്തയാ? ഇങ്ങനെ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അന്ന് എനിക്ക് ഉറപ്പാ. അമ്മാവൻ അങ്ങനെ ആരും കൊടുക്കാനൊന്നുമില്ല. അമ്മാവനൊന്നും ആയിരിക്കില്ല അത്. ആര് പറഞ്ഞു? ആ ഗിഫ്റ്റ് കണ്ടപ്പോഴേ എന്നെ കാണാൻ റൂമിലോട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. ഇപ്പൊ കിടന്ന് ഉരുണ്ട് കളിക്കുക. തോന്നലാണ്. അമ്മാവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ആര് പറഞ്ഞു? ചോദിച്ചു നോക്ക്. ഇങ്ങനെ പണ്ടേ ഇങ്ങനെ വീട്ടുകാർ മുത്തതല്ലായിരുന്നു വിളിക്കുന്നേ, അല്ലയോ? പറഞ്ഞു കൊടുക്ക. കുഞ്ഞായിരുന്നപ്പോഴല്ലേ? എന്താണ് രാവിലെ ഒരു കൂട്ട ഡിസ്കഷൻ?
മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കൂലേ? എടി എന്തായാലും നീ എണീറ്റില്ലേ? നിന്നെ നിന്റെ ബെഞ്ചമിൻ എന്താ വിളിച്ചോണ്ടിരിക്കുന്നത്? ഐ മീൻ സ്നേഹത്തോടുകൂടി. എന്ത് മൂദേവിന്ന് എന്തിനാ? പറ, നീ ഒരു ആവശ്യമുണ്ട് പറ. മുത്തേന്നല്ലേ? മുത്തേന്ന് അല്ല, ഉള്ളറക്കം ഞാൻ ബാക്കി ഉറങ്ങാന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് ഇത്ര കുഴപ്പം ചാരു? അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കും. ആ, എന്റെ ബെഞ്ചു എന്നെ സ്റ്റെപ്പ് വിളിക്കും. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ അല്ലേ ഇവളല്ല. ഇനി ഇവിടെ ബാക്കി 3 പേരുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കാം. ആ എന്തുവാ ചാരു? എടി, അമ്മാവനെ ആ വഴി കിടന്ന ഒരു ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റോ? ആ വഴി കിടന്നല്ല, ഇതിനകത്ത് അമ്മാവന് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അകത്തുനിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി. അത് ആരുടെയാന്ന് അറിയത്തില്ല, മീൻസ് ആരാ അയച്ചെന്ന് അറിയത്തില്ല, ആർക്കാന്നുള്ളത്. ഗിഫ്റ്റ് ആണെങ്കിൽ എന്റെ ആയിരിക്കും. എന്റെ ആയിരിക്കും. ആ, അതെങ്ങനെ നിന്റെ എന്ന് പറയണത് പെട്ടെന്ന്? എടി, നിന്റെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഉറപ്പിക്കണമെങ്കിൽ അത് തക്കതായ കറക്റ്റ് സംഭവം കൊണ്ടുവാ, നീ തെളിവ് കൊണ്ടുവാ. അതിന് സാധനം ഇവിടെ, സാധനം കാണണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റുമോ? അയ്യോ, പറഞ്ഞ പോലെ സാധനം എന്താ, ഞാനും കണ്ടില്ല. താഴെ ഇരിപ്പുണ്ട്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, ചെല്ല്, ഞങ്ങള് വരാം. പോയാ? എന്തത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പൊന്നുമോളെ, പെട്ടെന്ന് പറഞ്ഞേ, എന്നിട്ട് ഈ കേസ് ഒന്ന് തീരുമാനം ഉണ്ടാക്കി ഒന്ന് തെളിയിച്ചതാ. ശരിയാക്കി തരാം. ഇതെന്ത് കലിപ്പ്? എനിക്കൊന്നും അറിഞ്ഞൂടാ. അവള് നീ പറഞ്ഞ കേട്ടില്ലേ? എനിക്ക് അത് കാമുകി അയച്ചാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആരും അയച്ചതല്ലേ. അമ്മ ചെല്ല്, ഞങ്ങൾ പോരാം. കേസോ? എന്ത് കേസ്? എടി, അമ്മാവന് ഏതോ കാമുകി കൊണ്ടേ കൊടുത്താന്നൊക്കെ മൂടിലെ പുള്ളിക്കാരി വിചാരിച്ചേക്കണം. സംഭവം നമുക്ക് തെളിയിച്ചു കൊടുക്കണം. അമ്മ നിരപരാധിയല്ലേ, വാ നമുക്ക് എന്താന്ന് നോക്കാം. ഗിഫ്റ്റ് അല്ലേ? പെട്ടെന്ന് ഗിഫ്റ്റ് ആയിരിക്കും. ഞാനൊന്ന് ശൂശി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പോയി തപ്പാം, അന്വേഷിക്കാം. എനിക്കറിയാതെ എൻ്റെ തന്നെ എൻ്റെ ബെഞ്ചു എനിക്ക് അയച്ച ഗിഫ്റ്റ്. മുത്തേന്നല്ല വിളിക്കണെന്നും പറയും. ഇപ്പൊ ഗിഫ്റ്റ് കണ്ടപ്പോ അവിടെ എൻജോയ് വെച്ചാണ്. ഇതിലെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടല്ലോ. കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് സാധനം അല്ലേ? ഇത് എവിടെന്നാ അമ്മാവന് കിട്ടിയത്? ഞാൻ ഇങ്ങോട്ടൊക്കെ വഴി നീട്ടിയത്. കണ്ടോ കണ്ടോ, കള്ളത്തരം പറയുന്നത് കണ്ടോ? എന്തിന് കള്ളത്തന്നെ പറഞ്ഞത്? നിങ്ങൾ എന്നോട് എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞു? ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയെന്ന്. ഇപ്പൊ പറയുന്നത് വഴിയിൽ നിന്ന് കിട്ടിയതെന്ന്. സത്യം പറഞ്ഞു. എന്റെ പറയുന്നില്ല. പൊന്നൊരുക്കൊന്ന് പറഞ്ഞപ്പോ മാറിപ്പോയതല്ലേ? ആ, മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ പറ്റൂലേ? അവിടെ നിന്നെ കിട്ടിയത്? വിട്ടുകള. അതല്ല, നമുക്ക് ഇത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന്, ഇത് കൺഫേം ആണ്. ഇത് എനിക്ക് വന്ന ഗിഫ്റ്റ് തന്നെ. അതെങ്ങനെ? ഇതിനു മുൻപ് എനിക്ക് ഇതുപോലത്തെ എത്രയോ ഗിഫ്റ്റുകൾ വന്നേക്കുന്നു. ഓ, ആണോ? എടി, ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടപ്പോ നിന്റെ കണ്ണങ്ങ് മഞ്ഞളിച്ച്, അതുകൊണ്ട് നീ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതല്ലേ മോളെ സത്യം? ഇതില് വലിയ വലിയ ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലേ ഈ കുഞ്ഞു ഗിഫ്റ്റ്? ആണോ? ആദ്യ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ നീ ഇതേപോലെ ഒന്നല്ലല്ലോ പെരുമാറിയത്. നിനക്ക് അറിയേയില്ല. അത് ഞാൻ കണ്ടില്ലല്ലോ, ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കറക്റ്റ് എനിക്ക് വന്ന ഗിഫ്റ്റ്. അതാ പറഞ്ഞ, നിന്റെ വലിപ്പത്തിന് കാര്യങ്ങൾ അയക്കാന്ന് പറഞ്ഞായിരുന്നു ഗിഫ്റ്റ്. അയക്കാന്ന് പറഞ്ഞോന്നോ? എത്ര പേര് എന്റെ പുറകെ നടക്കണ അഡ്രസ് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തോണ്ടാണ്. കേട്ടാടി, വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചു. മോക്ക് വന്ന ഗിഫ്റ്റാണ്. മതിയായ എനക്ക്? ചില ആൾക്കാരൊക്കെ ഞാൻ അഡ്രസ് കൊടുക്കാഞ്ഞിട്ട് തപ്പി പിടിച്ചൊക്കെ അയക്കുന്നു. അതെ അതെ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ വീട്ടില് 2 പേരെ പെമ്പിള്ളേരും കൂടി ഉണ്ടല്ലോ, അവരുടെ അടുത്തും കൂടി ചോദിച്ചു നോക്കാം. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്, ഇത് വാതില് വരെ വന്നു. ഇനിയിപ്പൊ എന്ത് തെളിയിക്കാനാ ഇതിന്നെ എന്റെ ഗിഫ്റ്റാന്ന്? എടി, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ല, ചോദിക്കണം. ഉറപ്പായിട്ട് ചോദിക്കണം. പിന്നെ ഈ ഗിഫ്റ്റ് കാണിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഈ ഗിഫ്റ്റിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് നീ പറഞ്ഞ പോലെ ഉടായ്പ വർത്താനം പറയും. ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ടിട്ട് ഇത് അവരുടെ എന്നുള്ളത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? എടി, പഴയ 10ലെ ലൈനെ അവനെ മുത്തേന്നാ വിളിച്ചോണ്ടിരുന്നത്. അവൻ എന്തെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏതവൻ? ആ മിത്ത്. ഇതൊന്നുമല്ല, ഇത് വേറൊരു ആവശ്യത്തിനാ. എന്നെ അങ്ങനെ ആരും പ്രത്യേകിച്ച് അങ്ങനെ വിളിക്കാറൊന്നുമില്ല. പക്ഷെ സ്നേഹം കൂടുമ്പോ പലരും എന്നെ മുത്തേ പൊന്നെന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ പിന്നെ ഇത് ആരുടെ ആവൂടി? ആരുടെ ആവുന്നു? എന്ത്? അല്ല, നിങ്ങൾ ആരും മുത്തല്ലാത്ത സ്ഥിതിക്ക് അത് നിങ്ങളെ ബാധിക്കാത്ത കാര്യം വിട്ടേ. കാര്യം എന്താന്ന് പറ. അത് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നായിരുന്നു ഗേറ്റിന്റെ അവിടെ. അത്യാവശ്യം ഒരു കാർഡ്ബോർഡ് പീസിൽ ഇത്രയും വലിപ്പമുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അത് ആർക്കാന്ന് അറിയത്തില്ല, അത് അന്വേഷിച്ചുകൊണ്ട് കിടക്കാം. എന്തായാലും നിങ്ങൾക്കെല്ലാം മനസ്സിലായി. വാ പോവാം. അല്ല, അതിന് പേരില്ലേ?
ഇല്ല, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അത് എനിക്ക് വന്ന ഗിഫ്റ്റ് ആയിരിക്കും. അതെങ്ങനെ പെട്ടെന്ന് നിനക്കൊന്നും ആയത്? ഞാൻ ഇന്നലെ അമിത്തിന് ആലോചിച്ചായിരുന്നു. അപ്പൊ ടെലിപ്പതി വർക്കായിട്ട് ചിലപ്പോ അങ്ങനെ ഒന്നാണെങ്കിലാ. ഒന്ന് ബോഡി എണ്ണ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല കള്ളവണ്ട പറ. അല്ല നമുക്ക് തുറന്നു നോക്കി അറിയാലോ ഇത് ആർക്കല്ലാന്ന്. അങ്ങനെ അത് എളുപ്പത്തിൽ തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് അതിനകത്ത് വല്ല നല്ല സാധനങ്ങളാണെങ്കിൽ ഇനി അതിന്റെ പേരും പറഞ്ഞ അടിപിടി ഉണ്ടാക്കാനല്ലേ നടക്കില്ല. അതിന്റെ യഥാർത്ഥ അവകാശിനെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അത് തുറന്നു. ഞാൻ എന്റെ ബെഞ്ചിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് വേണം ചെയ്തു. എന്നാ ഞാൻ അമിത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതും ചെയ്തു. അല്ല ഒരു മിനിറ്റ്, ചിലപ്പോ ഇത് എനിക്ക് വന്നാണെങ്കിലും. അതങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നിനക്കായി? കോളേജിലൊരു സീനിയർ ഏട്ടനെ എപ്പോഴും എന്റെ പുറകെ വരാറുണ്ട്. പുള്ളിന്റെ അഡ്രസ്സും ചോദിക്കാറുണ്ട്. ഇനി പുള്ളി അഡ്രസ്സ് മനസ്സിലാക്കിയിട്ട് എനിക്ക് അയച്ചാണെങ്കിലോ? ഒരു ചാൻസും ഇല്ല. അതെന്താ? ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ ബെഞ്ചിനൊന്ന് മെസ്സേജ് അയക്കട്ടെ. ഞാൻ എന്നാ അമിത്തിനും മെസ്സേജ് അയക്കട്ടെ. എന്തായാലും അയക്ക്, മെസ്സേജ് അയക്ക്, നോക്കാലോ ഇത് ആർക്കുള്ളതാന്നുള്ളത്. കള്ളത്തരം വല്ല പറഞ്ഞിട്ടുണ്ടെങ്കില ഞാൻ ആ ഗിഫ്റ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ഒരു ഗിഫ്റ്റ് രണ്ടുപേരും അയക്കാനാ? നീ അത് പോയടി, ഇമ്പോസിബിൾ. നോണച്ചുമാര് കിട്ടിയത് തന്നെ നിനക്കൊക്കെ. സ്റ്റെഫി, ഇത് നിന്റെ ഗിഫ്റ്റ് അല്ലെന്നുള്ള കാര്യം നിനക്ക് നല്ല ബോധ്യമുണ്ട്. ചുമ്മാ കളിക്കല്ലേ. ഓ പിന്നെ ബെഞ്ചു എനിക്ക് മെസ്സേജ് അയച്ചത് എനിക്കുള്ള ഗിഫ്റ്റ് അത് പ്രത്യേകം സൂക്ഷിക്കണം എന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് ശരിയാവത്തില്ല കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ ഗിഫ്റ്റിന്റെ അകത്ത് എന്താന്ന് പറ. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ അത് അവര് നീ പറ. നിനക്ക് ബെഞ്ച് വെച്ചതല്ലേ? പറയട്ടെ. അടി ഉണ്ടാക്കണ്ട. അവള് പറയട്ടെ. അല്ല അപ്പൊ അവള് പറയട്ടെ. നീ പറ. അപ്പൊ ചിലപ്പം എനിക്കറിയത്തില്ല, അയച്ചവനല്ലേ അറിയത്തുള്ളൂ ആ ഗിഫ്റ്റിനകത്ത് എന്താ ഉള്ള കാര്യം. ഇവളുടെ ഇവളുടെ അല്ലാന്ന് ഇവളോടല്ല ആദ്യം ചോദിച്ചാൽ അപ്പൊ ഇവള് തന്നെ പറയട്ടെ. അവളോട് ഞാൻ ചോദിച്ചു. ഒരാള് പറ. ഒരു മിനിറ്റ് പറ, അതിനകത്ത് എന്താ? എനിക്ക് അറിഞ്ഞൂടാ. നീ പറ നിന്റെ ഗിഫ്റ്റ് എന്താ? അവള് പറഞ്ഞല്ലോ. ശരി, എന്റെ ബെഞ്ചുവിന്റെ ഹൃദയം. സീരിയസ് ആയി ചോദിക്കാൻ നേരത്ത് ഹൃദയോ? അതൊക്കെ നിങ്ങള് നല്ല സമയത്ത് കൈമാറിയാതി. പറ. അല്ലെങ്കിൽ ഞാൻ പറയാം. ടെഡി ബിയർ. ടെഡി ബിയർ ഉറപ്പിച്ചേ? ഉറപ്പിച്ചേ? 1 2 3 ഉറപ്പിച്ചേ? ഓക്കെ ശരി. അതിനകത്ത് ടെഡി ബിയർ ആണെങ്കിൽ അത് അവൾ എടുത്തോട്ടെ, അല്ലെങ്കിൽ അത് നീ എടുത്തോ. അത് പറയാൻ പറ്റൂല. കുറച്ചൊരു സംശയമുണ്ട്. ഇനി ടെഡി ബിയർ തന്നെ ആണോന്ന്. ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. ഹെഡ്ഫോൺ അതൊന്നുമല്ല. ഇനി ചെരുപ്പ് ചക്ക വാങ്ങാതെയാണ്. ചെരുപ്പ് ചക്ക വാങ്ങാതെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അതിനകത്തുണ്ടാവും. എടി ഇത് ഉടായിപ്പാടി. ഇത് ഇവളുടെ ഗിഫ്റ്റ് അല്ല. ഇവളുടെ ബബബയിൽ തന്നെ നിനക്ക് മനസ്സിലായില്ല ഇവളുടെ അല്ലാന്ന്. എന്തായാലും ഒരു കാര്യം തീരുമാനമായി. നിങ്ങളുടെ ആരല്ല അത് എന്റെ ആയിരിക്കും. അല്ലെങ്കിൽ പുറമ്പോക്കോ എനിക്കും വന്നൂടെ? ശരി, നിന്റെ ആയിരിക്കും. അപ്പൊ നമുക്കത് തുറന്നു നോക്കിയിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്റെ പൊന്നു രുക്കു, എടി നീ ഇങ്ങോട്ട് ഞാൻ ഒന്ന് പറയുന്ന കേള്. അത് എനിക്ക് തന്നതല്ലടി. എനിക്ക് വിശ്വാസമേ ഇല്ല. എടി നീ ഒരു കാര്യം മനസ്സിലായി, നീ എന്തിനു ആവശ്യമില്ലാതെ ആ പുതിയ ബാക്കിൽ കിടന്ന് ഇങ്ങനെ തൂങ്ങണത്? അത് ഈ പിള്ളേർക്ക് ആരെങ്കിലും വന്നെങ്കിൽ അവരെ എടുത്തോണ്ട് പോട്ട്. നീ വെറുതെ അതിന്റെ ബാക്കിൽ നിന്ന് പോവാതെ. അതൊരു പിള്ളേരുടെ അല്ല, അത് നിങ്ങൾക്ക് ഏതവളോ തന്നത്. അതെനിക്ക് നല്ല ഉറപ്പാ, നല്ല വിശ്വാസമുണ്ട്. എടി എവള് തരാ എനിക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ തരാ ആരിക്കണടി നീ അല്ലാതെ? അയ്യോടാ, പണ്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നിങ്ങളുടെ ലൈൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഓർമ്മയില്ലയോ? എനിക്കത് അയ്യോ, ഞാൻ ആ പാടെ പഠിച്ച 5ാം ക്ലാസ് വരെ. എടി 5ാം ക്ലാസ് വരെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. അതെങ്ങനെ ലൈനാവും? 5ാം ക്ലാസ് നിങ്ങളോട്ട് മോശമല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പാട്ട് പാടി പിള്ളേരെ വഴക്കാൻ നല്ല വിരുദ്ധനാണ് എനിക്കറിയാം. പച്ചക്കറി അരിയുമ്പോ പാട്ട്, നിങ്ങൾ കറിവേപ്പില പറിക്കാൻ ഇന്നലെ പാട്ട് പാടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാട്ടും ഡാൻസും മഹാഭാവം കിട്ടൂടി. ഇവിടുത്തെ പിള്ളേർ അങ്ങനെയൊന്നും പറയല്ലേടി. എന്റെ മക്കളെ പോലെ അല്ലേടി ഇത്. ഞാൻ ഇവിടുത്തെ പിള്ളേരെ അല്ല പറഞ്ഞേ. പിന്നെ വേറെ ഞാൻ ഇവിടെ പച്ചക്കറി അരിയും പുറത്തോ നിങ്ങൾ വാങ്ങി നോക്കുന്ന കാര്യ പറഞ്ഞേ. ഞാൻ പുറത്ത് എവിടെ പോണത്? നീ ഒരു കാര്യം മനസ്സിലാക്ക്. അപ്പൊ നീ ഇത് അങ്ങ് നടന്നത് ഇങ്ങ് നടന്നതൊക്കെ പഠിച്ചോണ്ട് വരാതെ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് തരാൻ ആരും ഇല്ല. ഒന്നിനും അത്രയും വയസ്സായില്ലേടി. അയ്യോ എന്തൊരഭിനയം. നിങ്ങൾ വേറെ ചതിയനോ മനുഷ്യ, നിങ്ങൾ വഞ്ചന. നിങ്ങൾ കൂടി ഞാൻ ഇറങ്ങി വന്നത് എന്റെ തെറ്റായി പോയത്. എടി നിനക്ക് എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടോ? പറ. നീ വെറുതെ വഴിയെ കിടന്ന സാധനത്തിനൊക്കെ എടുത്തിട്ട് എന്റെ പെട്ടെന്ന് കയറല്ലേ. എനിക്ക് ദേഷ്യം പറ്റും കേട്ടാ. നിങ്ങൾ നേരത്തെ പറഞ്ഞ കൊച്ചിന്റെ പേരെന്തോരുന്നു? ഞാൻ കൊച്ചു. നിങ്ങളുടെ വീണ്ടെടുത്തുള്ളേ അവിടെ പേരെന്തോ? അത് സുമതി. അവിടെ നിങ്ങൾ എന്താ വിളിക്കുന്നേ? സുമതിയായെന്ന് വിളിക്കും. അവിടെ നിങ്ങൾ എന്ത് വിളിക്കുന്നേ? മുത്തയെന്ന്.
ഇതാ ഞാൻ പറഞ്ഞ എന്റെ ദൈവമേ എടി, അത് എന്റെ വീട്ടിൽ എന്റെ അമ്മയും അച്ഛനൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് അവള് വിളിക്കുന്നത് ആരുടെയാ മുത്തേന്ന്? ഇങ്ങനെ ഒരു സാധനത്തിലാണല്ലോ ഞാൻ കെട്ടിയെടുത്തോണ്ട് വന്നത്. അത് ഏറ്റവും വലിയ തെറ്റ്. അതേ വലിയ തെറ്റ് ഞാൻ ഈ വീട്ടിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നെ കൊണ്ടുപോയി. അയ്യോ, ഞാൻ അത് അറിയാതെ പറഞ്ഞു. ഇനി അങ്ങനെയൊന്നുമല്ല നീ വിചാരിക്കാൻ. എടി, അത് നീ ഒരു കാര്യം മനസ്സിലാക്കി. എടി, അത് എനിക്ക് വന്നതല്ല. അത് മനസ്സിലാക്ക്. ആദ്യം ഗിഫ്റ്റ് കൂടെ പൊട്ടിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഗിഫ്റ്റ് പൊട്ടിക്കാൻ പാടില്ല. നേരത്തെ 1-2 പ്രാവശ്യം വന്നിട്ട് പറഞ്ഞിട്ട് പോയില്ലേ? എനിക്ക് സത്യമായിട്ട് അത് എനിക്ക് വന്നതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് കൂടുതൽ എന്തോട് പറയണ്ട? ദേഹത്തോട്ട് വൈകരുത് കേട്ടല്ലോ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്? ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുത്. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കണേ? നിങ്ങളെന്താ കുഞ്ഞു പിള്ളേരാ? കളിക്കണോ നിങ്ങള്? എന്റെ പൊന്ന് മക്കളെ, ഈ സാധനത്തിനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടാ. ആ വന്ന സാധനം നീ എന്റേതല്ലാന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി മാറിക്ക്. എന്റെ പൊന്നുരുക്കു, ഞാൻ സീരിയസ്ലി പറഞ്ഞാണ്. അത് അമ്മാവന് വന്നൊന്നുമല്ല. അമ്മാവൻ അങ്ങനെയൊക്കെയാണ് പണ്ടേ ആവായിരുന്നു. നിങ്ങളല്ലേ അമ്മാവനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, എനിക്കറിയാം. എനിക്ക് അങ്ങനെ ആരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ന്യായത്തിന്റെ പുറത്തേ ഞാൻ നിൽക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ ചുമ്മാ നുണ പറയത്തൊന്നുമില്ല. അത് അമ്മാവനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. അതാണ് ചാരുമോൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ ചാരുമോൾ ഇത്രയും വയസ്സായി, എനിക്ക് ആരെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് അയക്കുമോ? അത് തന്നെ ചോദിക്കണം. ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ അമ്മാവൻ ആരും കൊടുക്കാനാ? ആകെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. അത് വല്ല മിഠായി അങ്ങനെ വല്ലോ. അല്ലാണ്ട് എനിക്ക് പോലും ഇല്ല ഒന്നും അമ്മാവന് കൊടുക്കാനുള്ള കയ്യില്. അതായോ പറഞ്ഞ് മനസ്സിലാക്കി കൊടു. എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എന്തായാലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ രുക്കു കുറെ നാളായില്ല അമ്മാവന്റെ ഒപ്പം ജീവിക്കാന്നോണ്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കല്ലേ രണ്ടുപേരും കൂടി. അങ്ങോട്ട് ചോദരി നിങ്ങളോട് പറഞ്ഞു തുള്ളാന്ന് അടങ്ങോടെ ശാന്തമാവാൻ. ഇങ്ങനെയൊന്നും പെരുമാറില്ല രുക്കു അമ്മാവന്റെ അടുത്ത്. ഒരു കാര്യം ചെയ്യാം, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എല്ലാരും വിളിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം, എന്നിട്ട് നോക്കാം ബാക്കി എന്താ സംഭവം എന്നുള്ളത്. നോക്കണം. തുറന്ന് നോക്കുമ്പോ എനിക്കുള്ളതല്ലെങ്കിൽ കാണാം ആരെ കൊല്ലുന്നേന്ന്. ആരെ കൊല്ലുന്നത് കാണാം. ഇത്ര പ്രായമില്ലേ? വാ അങ്ങോട്ട്. ഈ ഗിഫ്റ്റ് നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഇതിനകത്ത് എന്താന്നുള്ള തെളിവ് നിങ്ങൾ ഓരോരുത്തരും പറയണം. തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഇത്രയും നല്ല ഗിഫ്റ്റ് എനിക്ക് മാത്രമേ വരുള്ളൂ. പിന്നെ ഇത്രയും നല്ല ഗിഫ്റ്റ് ഒക്കെ വരാൻ കുറച്ച് ക്വാളിറ്റി ഒക്കെ വേണം. പക്ഷെ ആ ക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ളതും എനിക്ക് തന്നെയാ. അയ്യടാ, അതങ്ങ് നീയും ഒറ്റയ്ക്കങ്ങ് പറഞ്ഞാൽ മതിയോ? എന്നെ സ്നേഹിക്കാൻ കുറെ പയ്യന്മാരൊക്കെ ഉണ്ട്. അവന്മാരും എൻ്റെ അടുത്ത് ചോദിച്ചതാ എനിക്ക് നിന്റെ അഡ്രസ് ഒക്കെ വേണോന്ന്. പയ്യന്മാരോ? ഒരാളൊന്നും അല്ലല്ലേ, ഒരുപാട് പേരുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് എന്റെ കോളേജിലെ സീനിയർ ചേട്ടൻ എനിക്ക് എന്ന ഗിഫ്റ്റ് ആവുന്നു. പിന്നെ നേരിട്ട് വയ്ക്കാനുള്ള മടി കൊണ്ട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. കാര്യന്നാണേ ഈ പെണ്ണ് പറയണത്. എനിക്കൊരു സംശയമില്ല, ഇത് ചേട്ടൻ ഏതാ പെണ്ണ് കൊടുത്ത ഗിഫ്റ്റ് തന്നെ. രാവിലെ പാല് വാങ്ങിക്കാൻ പോയപ്പോഴും എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല. എനിക്ക് അറിഞ്ഞൂടാ ആരാണ് വന്നതെന്ന്. നിക്ക്, നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഇത് തുറന്നു നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ? എല്ലാരും ഓക്കെ അല്ലേ? ഇതിന്റെ അകത്ത് വല്ല ടെഡി ബിയറോ അങ്ങനെ വല്ലോ ആണെങ്കിൽ അമ്മാവൻ ഇതിന്ന് ഔട്ട്, അമ്മാവൻ രക്ഷപ്പെട്ട്. അഥവാ ഇതിനകത്ത് പുരുഷന്മാർക്കുള്ള അല്ലെങ്കിൽ ജെൻസിനുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് എങ്കിൽ അമ്മാവാ ഇത് അമ്മാവനുള്ളത് തന്നെ ആയിരിക്കും. കേട്ടല്ലോ? അപ്പൊ പേടിക്കണ്ട, നമുക്ക് തുറന്നു നോക്കാം. അയ്യോ, തുറക്കട്ടെ, ടെൻഷൻ അടിക്കല്ലേ. നീ ഒന്ന് സമാധാനിക്കോ? ഞാൻ തുറക്കാം. ഞാൻ തുറന്നോളാം. തുറക്കല്ലേ? തുറക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ശരി. വേസ്റ്റ് നോക്ക്. എന്റെ കാമുക എനിക്ക് അയച്ചു ഞാൻ അവിടുത്തെ 100 പ്രാവശ്യം പറഞ്ഞു. വിട് വിട്. എന്തായാലേ ഈ ഗിഫ്റ്റിന് കുറെ അവകാശികൾ ഉണ്ടായിരുന്നല്ലോ. അവരെന്താന്ന് വെച്ചാൽ ചെയ്തത് വീതിച്ചെടുക്കോ കൊണ്ടക്കാളെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കൊണ്ടോ കൊണ്ടോ. നിനക്ക് മാത്രം
സ്പെഷ്യൽ അയക്കുന്നതല്ലേ. എന്തായാലും സ്നേഹത്തിൽ പൊതിഞ്ഞ വേസ്റ്റ് ഗിഫ്റ്റ്.